Hi friends, Anju and Nivi vlogilekku എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മലബാർ സ്പെഷ്യൽ avilmilk ആണ്. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൈസൂർ പഴം, ബദാം, നിലക്കടല, പഞ്ചസാര, ബിസ്ക്കറ്റ്, അവിൽ. അപ്പോൾ നമുക്ക് avilmilk ഉണ്ടാക്കാൻ തുടങ്ങല്ലേ. 5 മൈസൂർ പഴം എടുത്തിട്ട് ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സി വെച്ചിട്ടൊന്ന് അടിച്ചു കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിരിക്കും. അങ്ങനെ വേണ്ട, കുറച്ച് കടിക്കാൻ കിട്ടണം എന്നുള്ള രീതിയിൽ ഒരു കുഴമ്പ് പരുവത്തിലാക്കി എടുക്കാം. ഇത് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ടുകൊണ്ട് മിക്സ് ചെയ്ത് വെക്കാം. നല്ല മൈസൂർ പഴം എന്ന് പറഞ്ഞാൽ നല്ല പുളിയുള്ള ഒരു ചെറിയ പുളിയുള്ള പഴമാണ്. അപ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പഴം. അവിൽ വറുത്ത് വെച്ചതാണ് ചെറുതായിട്ട്. ബിസ്ക്കറ്റ് ഒന്ന് കൈകൊണ്ട് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. പാല് തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത ഒരു ഗ്ലാസ് പാലുണ്ട്. നമുക്ക് avilmilk സെറ്റാക്കാം. ഇവിടെ ഡയറക്റ്റ് നമ്മൾ ഗ്ലാസ്സിലേക്ക് avilmilk റെഡിയാക്കി എടുക്കുകയാണ്. ആദ്യം 2 സ്പൂണ് പഴത്തിൻ്റെ മിക്സ് ചേർക്കാം. മിക്സി ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തയ്യാറെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. പിന്നെ നമ്മൾ വറുത്ത് വെച്ച അവിൽ 2 സ്പൂൺ ചേർക്കാം. ബിസ്ക്കറ്റ് പൊടിച്ച് ചേർക്കാം. ഞാനിവിടെ ന്യൂട്രി ചോയ്സിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആരോ റോഡ് ബിസ്ക്കറ്റോ അങ്ങനെ ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും ക്രീം ഇല്ലാത്ത ബിസ്ക്കറ്റ് ചേർക്കുക. ആ ഒരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് പഞ്ചസാര ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മൊത്തം പഞ്ചസാര പഴത്തിൽ ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് പഞ്ചസാരയെ പഴത്തിലിട്ടിട്ടുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പഞ്ചസാര വരുമ്പോൾ നമുക്ക് ആ മിക്സ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. ജസ്റ്റ് ഒന്ന് അമ്മിക്കല്ലിൽ കുത്തി വെച്ച ബദാമാണ്. ബദാം ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതേ കാര്യങ്ങൾ ഒന്നും കൂടെ ഒരു ലെയറും കൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഒരു ഗസ്റ്റൊക്കെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടാണ്. നല്ല ചൂട് കാലത്ത് വിശന്നിരിക്കുമ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ടി വരില്ല. നമ്മുടെ വയറും നിറയും, മനസ്സും തണുക്കും. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റി ക്രഞ്ചി ആയിട്ടുള്ള avilmilk ആണ്. നമ്മൾ പഴം ആഡ് ചെയ്തു, വീണ്ടും അവിൽ ആഡ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തയ്യാറാക്കുന്ന ഈ avilmilk ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കണും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ റെസിപ്പീസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇപ്പം നമ്മുടെ സെക്കൻഡ് ലെയർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തു. നമുക്ക് കുറച്ച് നിലക്കടല ചേർക്കാം. ഉപ്പിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന നിലക്കടലയാണിത്. ആ ഒരു ഉപ്പ് രസം കൂടെ വരുമ്പം avilmilk കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. പാലൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. മെല്ലെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചിന്തി പോകും. അപ്പോൾ പെട്ടെന്ന് അങ്ങ് ഒഴിച്ചേക്കുക. ഈ പാലൊഴിക്കുമ്പോൾ പാലിങ്ങനെ താഴേക്ക് ഇറങ്ങും. അതായത് നമ്മൾ ആ ബിസ്ക്കറ്റിലേക്കും ബദാമും ഒക്കെ പാലിങ്ങനെ വലിച്ചെടുക്കും അവിലേക്കൊക്കെ. അങ്ങനെ പാല് നന്നായിട്ട് ഇറങ്ങി വരുമ്പോൾ നമുക്ക് കുറച്ച് ഐസ്ക്രീം ആഡ് ചെയ്യാം. ഞാനിവിടെ ആഡ് ചെയ്തത് വാനില ഐസ്ക്രീമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ സ്കോച്ചോ ചോക്ലേറ്റോ അങ്ങനെ ഏത് ഫ്ലേവർ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ വാനില ഐസ്ക്രീമാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ടുണ്ടായിരിക്കുക. നിങ്ങളുടെ ഫ്ലേവർ ഏതാണോ അത് ഏതാ വെച്ചാൽ ഉപയോഗിച്ചോളൂ. നമുക്കിതിനെ ഡെക്കറേറ്റ് ചെയ്യണം. ഒരു ചെറി കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായതിനെ. ചെറിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഞാനിവിടെ അണ്ടിപ്പരിപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. കുറച്ച് ബൂസ്റ്റ് പൊടി കൂടെ വിതറി കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ജസ്റ്റ് കടലയാണ് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള avilmilk ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ. സോ
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു സൂപ്പർ റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.